ഹലോ ഹലോ, ഞാൻ പ്രേംശങ്കറാ. അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂരിന്ന് ലിഫ്റ്റ് കൊടുത്ത. ഓ, മനസ്സിലായി മനസ്സിലായി. എന്താ വിശേഷം? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത്. സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തില്ല. അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും. സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യത്തില്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? സംഗതി കലക്കി. അവളോട് ചോദിക്കണോ? വേണ്ട. അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്ന്. ഇപ്പൊ എന്തായി? വൈകിട്ടൊന്നുമില്ല, ഇനി പരിഹരിച്ചാലും മതി. പവിത്രം വന്നെന്തോ. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു ചെറിയ പ്രശ്നം. ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കണം. ആരെ? ആ മലേഷ്യ ലോഡ്ജിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ. എന്താ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. പവിത്രം പിക്ചറിൽ വരണ്ട, ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാൽ മതി. ഓക്കെ അങ്കിൾ. എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന? സി.ഡി. ആണെന്ന കാര്യം വല്ലതും അനന്തൻ അറിഞ്ഞാണോ? കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. എന്തായാലും ആ സി.ഡി. ഉണ്ണികൃഷ്ണൻ പാര പണിയണം. 2 സി.ഡി.മാരെ തമ്മി തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത്. കർത്താവ് ഒരുത്തനുണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. ഹലോ, സി.ഐ.ഡി. ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത്. എന്നെയും നിങ്ങളെ ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി.ഐ.ഡി. ഉണ്ണികൃഷ്ണൻ. നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട്. എടാ ഉമ്മൻകോശി, എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ പോരേടാ പുല്ലി. എടാ ഉണ്ണികൃഷ്ണ സാമദ്രോഹി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഒരാളെ 4 പേര് തല്ലണമെങ്കിൽ 2000 രൂപയും വണ്ടിക്കൂലിയും തരണം. അത് ഇന്ദിരപ്രസ്ഥത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം. KL7D 9550 എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ്. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പ്രതിക്ക് എന്ത് പ്രായം വരും? പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല. അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു 19 വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ? എത്തും, തീർച്ചയായിട്ടും എത്തും. എന്നാ ബാക്കി കാര്യം ഞങ്ങളേറ്റു. സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം. പിന്നെ ഇടത്തേക്കാലൊന്നും ഒടിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറ്റന്നേ. ആ ആട്ടോയുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. KL7D 9550. വന്നു വയ്ക്കോ. ചെറുപ്പക്കാരനല്ലേ പറഞ്ഞത്? CID അല്ലേ? പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത്? അവൻ തന്നെ. വയ്ക്കോ. എന്റെ കാര്യം പറയൂ. എന്താ മനസ്സിലായല്ലോ? എന്താ പ്രശ്നം? എന്താ പറയൂ. അയ്യോ, ആള് മാറിയാണല്ലോ തല്ലേ. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ 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 അയ്യോ, ഇത് ഡാഡിയുടെ ശബ്ദമാണല്ലോ. അതേ തോന്നുന്നു. വാ നോക്കാം. അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരു അവസരമാണ്. രക്ഷപ്പെടുത്തണം. അനന്തനെന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു. രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ്. എന്താ ഇവിടെ? ഉണ്ണികൃഷ്ണ, നിന്റെ കട്ട പോക.
വല്ലതും പറ്റിയോ ഉണ്ണീഷ്ണ? ഏയ്, നമുക്ക് വീട്ടിലേക്ക് പോ. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ. എന്റെ സാറിന് എന്ത് പറ്റി? സാറേ! സാർ! ദൈവമായിട്ടാ ഉണ്ണീഷ്ണ ഇങ്ങോട്ട് അയച്ചത്. അല്ലെങ്കിൽ ആ പ്രേംശങ്കറിന്റെ ഗുണ്ടകൾ എന്റെ കഥ കഴിച്ചാൽ. ആ കഴിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോവാം. തന്തൂരി ചിക്കൻ വിത്ത് ബീഫ് സ്റ്റാഫ് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാ. അതുണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട്. വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. തീർച്ചയായിട്ടും അരുതയുടെ മമ്മിയും പരിചയപ്പെടണമല്ലോ. അതെ, പോയി എന്റെ CID പണി പോയി. ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇതാരെ വരുന്ന നോക്കി. ഇതാ വരുന്നു. ജോലി കിട്ടിയിട്ട് വരുന്ന വരവാ. ഇന്ന് തന്നെ നേരത്തെ അങ്ങ് നടത്തിയേക്കണേ. പിന്നെ ഇന്ന് തന്നെ നടത്താം. അയ്യോ, നാരായണ 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 നാരായണ. ജോലി കിട്ടിയ മോനെ? കിട്ടിയില്ല, പക്ഷെ കിട്ടുമെന്ന് ഉറപ്പായി. അതിന്റെ സന്തോഷത്തിൽ 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതെ, ഏതായാലും നന്നായി. ഉണ്ണികൃഷ്ണൻ CID ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇഷ്ടിക കളത്തിൽ ജോലി ഞാൻ രാജിവെക്കുവോ? രാജി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ ഇങ്ങ് പോകുന്നത്. അയ്യടാ, നല്ല കോലം. ആന ഇടിച്ചു വെക്കാൻ കൊള്ളാം. അയ്യോ, അച്ഛനെന്തോ പറ്റി? പറഞ്ഞോളൂ, ഇതെന്ത് കോലം? ഞാൻ ആ നേർച്ച അങ്ങ് നടത്തി. എന്റെ ഭഗവാനെ, മീഴ്ച കഥ അവന് കഴിക്കാണ്ടെങ്കിലും കൊടുക്ക്. അന്വേഷണം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. വാ മോനെ. മിക്കവാറും ഒരു 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മറ്റു 2 CIDമാരും ഇനി വല്ല കുഴപ്പമുണ്ടാക്കൂ? ഒരുത്തൻ പ്രേംശങ്കർ, അവനാ വീടിന്റെ 7 അയലോക്കത്ത് പോലും അടുക്കാൻ പറ്റില്ല. പിന്നെ തോട്ടക്കാരൻ CID, അവനാ വീട്ടിൽ വെള്ളം കോരിയത് മിച്ചം. എന്നാലും സൂക്ഷിക്കണം. അമ്മായി ഇനി അവന്മാരെ എന്ത് ഭാരം വെച്ചാലും അതിന് കേശത്തില്ല. അനന്തപത്മനാഭനുമായിട്ട് ഞാനിപ്പോ അത്ര അടുപ്പത്തിലല്ലേ. ഇനി ആ അടുപ്പം വെച്ചോണ്ട് വേണം അരുന്ധതി നായരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ. അപ്പൊ അരുന്ധതിയെ പറ്റി ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? അതിന് അവന്മാരെ സമ്മതിക്കണ്ടേ? അല്ല, കുഴപ്പമില്ല, അതിന് അവന്മാര് കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ഒക്കത്തില്ല. കൂടിയ ഒരു 2 മാസം, അതുവരെ അമ്മായി ഒന്ന് ക്ഷമിച്ചാ മതി. ஏன் சார் அப்படி பாக்குறீங்க? ഭൂതം ഭാവി വർത്തമാനം കിളിജോത്സ്യം. അകത്തേക്ക് പോണോ? ആമാ, എല്ലാ കാര്യങ്ങളും പറയുവോ? പറയും. ചീട്ട് നോക്കാതെ പറയുവോ? ഓ പറയും. എന്നാ പറ, ഇവിടെ കൈരളിയില് ഏത് പടം ഓടുന്നേ? അത് വന്നിട്ട് പോയി. തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാടോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത്? എന്റെ പ്രേമശങ്കരാ, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടും. പോ. അയ്യേ, അങ്ങനെ പോകാൻ വന്നല്ല. കാശ് മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നല്ലതാ. മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക. അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കയറിയപ്പോരെ. ആരുണ്ടെങ്കിലും എനിക്കെന്താ? എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത്. മാറിക്ക്. മറ്റവനെ തടഞ്ഞിട്ട് അവൻ നിന്നില്ല. അവനിപ്പോ അനന്തപത്മനാഭന്റെ ആളാണല്ലോ. ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ? CID ആയിട്ട് തിരിച്ചു വരുമെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി. പോടാ പട്ടി. ഒരു CIDക്ക് മറ്റൊരു CID പാരയായി നിന്നൂടാ. മാറിക്കടാ, ഇറങ്ങി പോടാ. പോടാ പോടാ. കേറുന്നില്ലേ? എന്താ അമ്മച്ച അവിടെ ഒരു ബഹളം? ഒരു വ്യാജ കിളിജോത്സിനെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അയാളെ അകത്തേക്ക് കടത്തിവിട്. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. തട്ടിപ്പ് മട്ടിപ്പൊന്നും അല്ലമ്മ. ഇന്താള് പോയി சொல்றேன். ഭൂതം ഭാവി വർത്തമാനം എല്ലാം കണിശമായി சொல்றேன். ഉമ്മച്ച, അയാളെ ഇങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞ? വരട്ടുമാ.
B.Ed പാസ്സായിട്ടും ഉണ്ണികൃഷ്ണൻ വേറെ ഒരു ജോലിയും കിട്ടിയില്ല. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം. ആ, ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ. അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും സാർ. ദമയന്തി ഉണ്ണികൃഷ്ണന്റെ മുറപ്പെണ്ണാണോ? അല്ല സാർ, അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോളാ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. അത് പിന്നെ പറയണം സാർ. അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ? ആ, ഒന്നും ആയിട്ടില്ല. ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ആ, അതിനാലെ ഒരു അപകടം ഇന്ത വീട്ടിലെ നടക്കപ്പോകുത്. ഒരു നാളാകില്ലേ? അയ്യ, എന്താ അപകടം? അതിന്റെ തോട്ടക്കാരൻ കേക്ക കൂടാതെ ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ? പോ പോ. അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ. ഉം. ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട്. അന്താള് കാരണം ഇങ്ങനെ ഒരു മരണം നടക്കപ്പോറത്. അയ്യോ, അത് ആരാണെന്ന് പറയാവോ? അന്താളിപ്പോ ഇന്ത വീട്ടുക്കുള്ളത്താ ഇருக்கு. ഈ ഒബ്സഷൻ, OPM, കോബ്ര, പോയ്സൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടിട്ടെ. എനിക്കത്ര വില കൂടിയൊന്നും വേണ്ട ഉണ്ണി, ഒരു ഓർഡിനറി മതി. എന്നാ പിന്നെ ഈ ജാസ്മിൻ കൊണ്ടുവരല്ലേ? ആ, നാളെ കൊണ്ടുവരൂ. ഓ, നാളെ എങ്ങോട്ട് വരുന്ന കാര്യമായി പറയുന്നത്? ഇങ്ങോട്ട്, അല്ലാതെ എവിടെ? വേണ്ട, ആരാ എന്താന്നൊക്കെ അറിയാൻ നിങ്ങൾ എന്തിനാ വല്ലവരെയും പിടിച്ച് വീട്ടിൽ കയറ്റുന്നത്? പ്രഭാവതി, നീ എന്ത് വിവരമില്ലായ്മയായി പറയുന്നത്? ഞാനല്ല പറയുന്നത്, ആ ജോത്സ്യനാ. എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? എന്നാ വരട്ടുമാ. മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഉണ്ണി, ഉണ്ണി, എന്താ എന്നത്? അയ്യോ, ഈ റാസ്കലായിരുന്നു. വിടരുത് അവനെ. ഞാൻ പോലീസിനെ വിളിക്കാം, ഞാൻ വിളിക്കാം. CID ഉണ്ണികൃഷ്ണന്റെ പാര വയ്ക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ കേട്ടോ. അതെ, CID ഉമയനുള്ള ഉമ്മൻ കോശിക്കോ അത് തന്നെയാണ് പറയാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടി കൊള്ളുന്ന ആദ്യത്തെ CID നീ തന്നെയായിരിക്കും. നിനക്ക് അവാർഡ് ഉണ്ട് താച്ചറ്റെ. പേടി വിട്, അല്ലെങ്കിൽ നീയൊക്കെ CID മാരാണെന്ന കാര്യം ഞാൻ വിളിച്ചു പോകും. അവൻ പോയോ ഉണ്ണീഷ? ശരിക്കും എന്റെ പൊട്ടിച്ചാ വിട്ടത്. അവനിനി ഏരിയ കാല് കുത്തതില്ല. പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ടത് ശരിയായില്ല. പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ. മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലല്ലോ. അവൻ ഈ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ? സിമ്പിൾ. അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാനിവിടെ വരുന്നുകൊണ്ട് അവൻ അത് നടക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. കറക്റ്റ്. പോലീസുകാരോട് പുറപ്പെടണമെന്ന് പറയട്ടെ. ഓ, പെട്ടി. അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു മാരത്തോൺ ഓട്ടത്തിന് നീയും തയ്യാറായിക്കോ. ഉമയനല്ലൂർ ഉമ്മൻ കോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല, ഒട്ടിച്ച ചരിത്രമേ ഉള്ളൂ. എങ്കിൽ ആ ചരിത്രം CID ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും. ആ എഴുത് കയ്യക്ഷരമെങ്കിലും നന്നാകട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാ ഉണ്ണികൃഷ്ണൻ. അയാൾ ഇന്നിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ തനിനിറം പുറത്തായത്? നിങ്ങളെ മണി അടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇതെന്ന് ആര് കണ്ടു? അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട. പ്രേംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ? അക്കാര്യത്തിൽ നീ ഉണ്ണികൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട. അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ ഓരോ അടവും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഡാഡി, രാത്രിയിലത്തെ ഗുളിക തീർന്നു. എന്നിട്ടെന്താ പറയാതിരുന്നത്? മരുന്ന് മുടങ്ങിയ അതിന്റെ ഫലം പോവില്ലേ മോളെ? ഒരു നേരം മുടങ്ങിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഡാഡി. ദേ, നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ തന്നെ ഓർമ്മിപ്പിക്കണം. ഉണ്ണികൃഷ്ണൻ അറിയാമോ, അരുന്ധതിക്ക് 18 തികഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ. സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സുഖം അനുഭവിക്കാൻ ഒരു യോഗം വേണ്ടേ? എന്താ സാർ? ചൊവ്വാദോഷമുള്ള ജാതകം അവളുടെ. ചൊവ്വാദോഷമുള്ള എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ സാർ? ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പോടാ, പത്രത്തിൽ കാണുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും പ്രൊസീഡ് ചെയ്യാറില്ല. ജാതകം ഒന്ന് മാറ്റി എഴുതിച്ചാലോ? വിവാഹം നടന്നേക്കും, പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ? അവളുടെ തലക്കുറി ഞാൻ തരാം. അതുമായിട്ട് ചേരുന്ന വല്ല ജാതകം ഉണ്ടോ നോക്കും, നമുക്ക് ആലോചിക്കാം. ഈ മാസം 23-ാം തീയതി അവളുടെ ജന്മദിനമാണ്. ജന്മദിനങ്ങൾ ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടത് ഞങ്ങൾ.
പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി. ഓഹോ, അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ? എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ. ഒന്ന് തീർച്ചയായും വരണം. വരാം. ഇത്തവണ എന്താ പരിപാടി? ഇരണിയൽ ചിന്നപ്പയുടെ കച്ചേരി. അതാരാ കക്ഷി? എനിക്കും അറിയില്ല. തമിഴ്നാട്ടിലെ വലിയ സംഗീതത്തിന് നടത്തുന്നത്. എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാടാ. ഇനി നമുക്ക് നടത്തം മതിയാക്കി തിരിയാം. ഓ അല്ല, സാർ നടന്നോളൂ, ഞാൻ പിന്നെ വന്നോളാം. ഇരണിയിൽ ചിന്നപ്പ. ഇത്രേ പറഞ്ഞോളൂ സാർ. അങ്ങനെയാണല്ലേ? ഓക്കേ, മെടുക്കേ. സീക്രട്ട് ഫൈറ്റ്സിൽ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ, ജീവിക്കാൻ ഒരു വഴിയായല്ലോ. ചൊവ്വാദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കുറെ കാലം കൊണ്ടുനടക്കാവുന്ന ഒരു പണിയാണല്ലോ. ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ച് കൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാംകിട തെലുങ്ക് സിയടി പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേയില്ല. കേവലം 4000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം അധർമ്മതിക്കുന്നതിന്റെ. എടാ പട്ടി, എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ച് കടന്ന് കയറിയില്ലേ? അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോ ഓഹരി എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. അരുന്ധതിക്ക് ചൊവ്വാദോഷമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം. രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലടാ. എന്റെ കഴിവ് നിന്റെ കയ്യിലാണ്. അത് താമസിയാതെ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, സംഭവാമി യുഗേ യുഗേ, സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. അതെ, CID ഉമ്മൻകോശി, സീക്രട്ട് ഫയൽസിൽ കയറി പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ MAML-കാരനാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കൊള്ളണമെന്നില്ല. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ. ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി. ഇരുവർക്കും സർവനാശം ഭവന്തു. ഏലം